സുഭാഷ് ചന്ദ്രബോസിൻ്റെ ജന്മഗൃഹം. സത്യം പറഞ്ഞാൽ അതുവരെ ഞാൻ വിചാരിച്ചിരുന്നത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സമയത്ത് കൽക്കത്തയിലാണ് അദ്ദേഹം ജനിച്ചതും അദ്ദേഹം വളർന്നതും എന്നാണ് ഞാൻ ചിന്തിച്ചിരുന്നത്. അപ്പോൾ ഞങ്ങൾ നേരെ വണ്ടി തിരിച്ചു വിട്ടു, ഇവിടെ വന്നു, കട്ടക്കിൽ വന്നു, ഈ അദ്ദേഹത്തിൻ്റെ ജന്മഗൃഹത്തിൽ വന്നു. ഇതാണ് സംഭവം. ഇതൊരു കൊട്ടാരമാണ്. അത്രയും കാലം മുമ്പ് ഇങ്ങനൊരു കൊട്ടാരം പണിയണമെന്നുണ്ടെങ്കിൽ എത്രമാത്രം സമ്പന്നനായിരുന്നു നേതാജി സുഭാഷ് ചന്ദ്രബോസിൻ്റെ പാരൻസ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അദ്ദേഹം ജനിച്ച വീടുണ്ട്, അദ്ദേഹം കിടന്നിരുന്ന ബെഡ്റൂമുണ്ട്, എല്ലാം അവിടെ ഇങ്ങനെ സജ്ജമാക്കി വെച്ചിട്ടുണ്ട്. അദ്ദേഹം അവസാനം എടുത്ത ഏറ്റവും അവസാനത്തെ ഫോട്ടോ അടക്കം അവിടെ വെച്ചിട്ടുണ്ട്. അച്ഛൻ എഴുതിയ ഡയറി കുറിപ്പുണ്ട്, ഇന്ന് ബോസ് ജനിച്ച ദിവസം എന്ന് പറഞ്ഞുകൊണ്ട് എഴുതിയിട്ടുള്ള ഡയറി കുറിപ്പുണ്ട്. ഇങ്ങനെ ഇതിനകത്ത് കാണാൻ ഒരുപാട് ഇതുവരെ ചിന്തിക്കാത്ത ഒരുപാട് കാര്യങ്ങൾ അതിനകത്തുണ്ട്. എനിക്ക് തോന്നുന്നത് പലരും ചിന്തിക്കുന്നത് അങ്ങനെയായിരിക്കും. അതായത് നേതാജി സുഭാഷ് ചന്ദ്രബോസ് എന്ന് പറയുന്ന സമയത്ത് കൽക്കത്തയിൽ ജനിച്ചു, അതുപോലെ തന്നെ കൽക്കത്തയിൽ വളർന്നു എന്നായിരിക്കും. അതല്ല, കട്ടക്കിലാണ് അദ്ദേഹം ജനിച്ചത്. ഈ പ്രദേശത്താണ്. ഈ